നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ മൂന്നാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലീജിയസ് ആൻഡ് കൾച്ചറൽ ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഏതാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാംസ്കാരികവും മതപരവുമായിട്ടുള്ള കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് സെന്റേഴ്സ്, അപ്പൊ അതിനെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് അമൃത്സർ ആണ്, പഞ്ചാബിലെ അമൃത്സർ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാണ്. അതുപോലെ സിഖ് മതത്തിന്റെ കേന്ദ്രമാണ്. ഇതിന് ഒരു എന്താണ് ഒരു ധാർമ്മികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിറ്റിയാണ് അമൃത്സർ. ഇനി അമൃത്സറിന്റെ ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് അമൃത്സറിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് തീർച്ചയായിട്ടും ഗോൾഡൻ ടെമ്പിൾ തന്നെയാണ്. സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ് ഗോൾഡൻ ടെമ്പിൾ. ഇത് ഹർമന്ദിർ സാഹിബ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ സ്വർണം കൊണ്ടുള്ള ശില്പങ്ങളും അതിൻ്റെ താഴികക്കുടവും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ആകർഷണം എന്ന് പറയുന്നത്. അപ്പോൾ അമൃത് സരോവറിൻ്റെ പുഷ്കരണി ഒക്കെ ഒരു ജല സംഭരണികളാണ്. ഇതൊക്കെ അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇനി അതുപോലെ പഞ്ചാബിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് ജാലിയൻ വാലാബാഗ്. ഇത് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ സ്മാരകമായിട്ടാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം അറിയാനുള്ള ഒരു ചരിത്ര പഠിതാക്കളുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഇത്. ദെൻ വാഗ ബോർഡറാണ് മറ്റൊന്ന്. ഇന്ത്യ പാക് അതിർത്തിയാണ്. അതിർത്തിയിൽ നടക്കുന്ന പരേഡൊക്കെ വളരെ ഫേമസ് ആണ്. ഇനി പഞ്ചാബിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാബി നൃത്തങ്ങൾ, പാട്ടുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ലാങ്കൻ എന്ന അവിടുത്തെ ഭക്ഷണം, അതുപോലെ മക്കൈക്കി റൊട്ടി എന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ പാകം ചെയ്യുന്ന റൊട്ടി, അതുപോലെ സരോണ്ട സാഗ്, ഇതൊക്കെ കഴിക്കാനുള്ള ഒരു ഫുഡ് ടൂറിസത്തിന്റെ കൂടി സെന്ററാണ് ഇവിടം എന്ന് പറയുന്നത്. ദെൻ മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയമാണ്. ഇന്ത്യയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മ്യൂസിയങ്ങളിൽ ഒന്നാണ് മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം. അപ്പോൾ അതുപോലെ തന്നെ ഗാന്ധി ഗേറ്റ് ആണ് മറ്റൊരു പ്രധാന ആകർഷണം. വളരെ മനോഹരമായിട്ടുള്ള ബൗളി ഗേറ്റ്, ഇതിൻ്റെ ബൗളി ഗേറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേക രൂപകൽപ്പന കൊണ്ട് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ അമൃത്സറിലെ പലതരത്തിലുള്ള കലകളും പരമ്പരാഗതമായിട്ടുള്ള പല ആഘോഷങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം തിരുപ്പതിയാണ്. തിരുപ്പതിയുടെ ഒരു ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം തന്നെയാണ് തിരുപ്പതിയിലെ പ്രധാന ആകർഷണം. ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഇനി വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീ വെങ്കടേശ്വര സ്വാമിക്ക് സമർപ്പിതമായിട്ടുള്ള ക്ഷേത്രമാണ് ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തർ ഓരോ വർഷവും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതൊരു തീർത്ഥാടന ടൂറിസത്തിന്റെ മുഖ്യ കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ തിരുപ്പതി ക്ഷേത്രം. ഇപ്പൊ 7 കുന്നുകൾക്ക് ഇടയിലാണ് ഇതിന്റെ സ്ഥാനം. അപ്പോൾ നമ്മൾ റോമിനെ സപ്തശൈല നഗരം എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ 7 ശൈലങ്ങൾക്കിടയിൽ നിലകൊള്ളുന്നത് ഈ ഒരു തിരുപ്പതിയുടെ ഒരു പ്രാധാന്യം തന്നെയാണ്. ഇനി കുന്നുകൾ കയറി മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ശിലകൾ കൊണ്ട് ഉള്ള ഒരു മലനിരകള്, ശിലാങ്കിതമായിട്ടുള്ള മലനിരകള് ഇവിടുത്തെ മറ്റൊരു മുഖ്യ ആകർഷണമാണ്. അതുപോലെ തന്നെ പാപനാശം എന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. തീർത്ഥാടനത്തിന് വരുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമാണ് ഈ ഒരു കേന്ദ്രം. വിശ്വാസപ്രകാരം പാപ നിവൃത്തി വരുത്തുന്നതിന് അല്ലെങ്കിൽ പാപമോചനം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ പുണ്യതീർത്ഥത്തില് സ്നാനം ചെയ്താൽ മതി എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കാലഹസ്തി ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുപ്പതിക്ക് സമീപമുള്ള മറ്റൊരു ക്ഷേത്രമാണ് ശ്രീ കാലഹസ്തി ക്ഷേത്രം. ഇനി ആകാശഗംഗ വെള്ളച്ചാട്ടമാണ് മറ്റൊരു പ്രധാന ആകർഷണം. മലനിരയുടെ തിരുമലയ്ക്ക് മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പുണ്യ വെള്ളച്ചാട്ടം എന്നാണ്. മഹേശ്വരന്റെ തലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയെ പറ്റി പറയുന്നത് പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. ഇനി ചന്ദ്രഗിരി കോട്ടയാണ് മറ്റൊരു പ്രധാന ആകർഷണം. ചരിത്രപരമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട കോട്ടയാണ് ഇത്. ഇനി വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടും ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുപ്പതി വിമാനത്താവളമുണ്ട്. മിക്ക നഗരങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ട്രെയിൻ സർവീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരുപ്പതിയിലേക്കുള്ള യാത്ര ഒരു വളരെ ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റിയ ഒരു കേന്ദ്രം കൂടിയാണ്.
ഇനി മറ്റൊന്നാണ് ബോധ്ഗയയാണ്. ബോധ്ഗയ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണം എന്ന് പറയുന്നത് മഹാബോധി ക്ഷേത്രം, അതുപോലെ തന്നെ ബോധി വൃക്ഷം, ബുദ്ധൻ ധ്യാനത്തിലിരുന്ന ക്ഷേത്രമൊക്കെയാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം അങ്ങനെയാണ്. ഇനി തായ് ബുദ്ധവിഹാറാണ് മറ്റൊന്ന്. തായ് വിഹാരം എന്ന് പറയുന്നത് ആധുനിക ശില്പകലയുടെ ഒരു വളരെ പ്രാമുഖ്യമുള്ള ഒരു കേന്ദ്രമാണ്. ഇനി 80 അടി ഉയരമുള്ള ഒരു ബുദ്ധ പ്രതിമ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ബുദ്ധ പ്രതിമ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സഞ്ചാരികൾ ബോധ്ഗയയിലേക്ക് എത്തുന്നുണ്ട്. ഇനി ബോധ്ഗയയിൽ ഈ ബുദ്ധിസത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള ബുദ്ധിസത്തിന്റെ വികാസത്തെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ലഭിക്കുന്ന ഒരു ബോധ്ഗയ മ്യൂസിയവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മ്യൂസിയം കാണുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ ധാരാളമായിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. അതുപോലെ ചൈനീസ്, ജാപ്പനീസ്, ഭൂട്ടാൻ വിഹാരങ്ങളും നമുക്ക് ഈ ബോധ്ഗയയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു ആത്മീയ കേന്ദ്രമാണ്. ധ്യാനിച്ചിരിക്കാനും ഒരു അങ്ങനെ ആത്മീയമായിട്ടുള്ള യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടം കൂടുതലായിട്ട് സഞ്ചാരികൾ എത്തുന്നത്. അതുപോലെ തന്നെ ഫാൽഗു നദി, ഈ ഫാൽഗു നദി അവിടെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട്. അപ്പോൾ ബോധ്ഗയയിൽ അടുത്ത് തന്നെ വിമാനത്താവളം, ഗയയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി LBS എയർപോർട്ടിൽ നിന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് എത്തിച്ചേരാനും സാധിക്കും. ഇനി നമ്മൾ സന്ദർശനം എല്ലാ കാലത്തും മനോഹരമായിട്ടുള്ള സന്ദർശന അനുഭവം പകർന്നു തരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ബോധ്ഗയ. ഇനി പുരിയാണ്. പുരിയിലെ ഒഡീഷയിലാണ് ജഗന്നാഥ ക്ഷേത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പുരിയിലെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള രഥമഹോത്സവം അരങ്ങേറാറുണ്ട്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം. വളരെ വിസ്മയകരമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള പുരി ബീച്ച് സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്ന മറ്റൊരു കേന്ദ്രമാണ്. അതുപോലെ തന്നെയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം, ബ്ലാക്ക് പഗോഡ എന്നൊക്കെ അറിയപ്പെടുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. അപ്പൊ ഇതിന്റെ സമീപത്തെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ രഥത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള സൂര്യദേവന്റെ ഒരു ടെമ്പിളും ഒക്കെ ഇവിടെയുണ്ട്. ഒക്കെ വലിയ ആകർഷണമാണ്. മറ്റൊന്നാണ് ചിൽക്ക തടാകം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പ് തടാകമാണ് ചിൽക്ക തടാകം എന്ന് പറയുന്നത്. ഇതൊരു നല്ല പ്രധാനപ്പെട്ട ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇനി ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുന്ന, അതായത് ഈ ദേശാടന പക്ഷികൾക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഇവിടം. ഇനി ബോട്ട് സഫാരിയും അതുപോലെ തന്നെ ഡോൾഫിൻ പോയിന്റും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ് പുരി. ഇനി ഇവിടുത്തെ മറ്റൊന്ന് ഗോവർദ്ധന മഠമാണ്. ഗോവർദ്ധന മഠം ശ്രീ ശങ്കരാചാര്യൻ പുരിയിൽ ധ്യാനിച്ചിരുന്നു. അതായത് ശങ്കരാചാര്യന്റെ ഇന്ത്യയുടെ 4 ദിക്കിലും 4 മഠങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ പറയാറുണ്ടല്ലേ. അതിലൊരു മഠമാണ്, കിഴക്കേ ഭാഗത്തെ മഠമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം അല്ലെങ്കിൽ പുരി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഗോവർദ്ധന മഠവും വലിയ പ്രസിദ്ധമാണ്. ഇനി വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഇവിടുത്തെയൊക്കെ പ്രത്യേകതയായിട്ട് പറയാം. ഇനി ഹരിദ്വാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പിൽഗ്രിം സെന്ററാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഹർക്കി പൗഠി എന്ന ഹരിദ്വാറിലെ പ്രധാന ഒരു തീർത്ഥ കേന്ദ്രമാണ് ഇവിടം ഹർക്കി പൗഠി എന്ന് പറയുന്നത്. അപ്പോൾ ഗംഗാ നദിയുടെ തീരത്താണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രം നിലകൊള്ളുന്നത്. അതുപോലെ ഗംഗയിലെ ആരതി വിശ്വപ്രസിദ്ധമാണ്. ഗംഗയിലെ ആരതി വൈകുന്നേരങ്ങളിൽ ഗംഗയിൽ നിറയെ ദീപങ്ങൾ ഒഴുക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഈ കാഴ്ച കാണാനും അത് ഫോട്ടോ എടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഓരോ വർഷവും അവിടെ എത്തുന്നു. അതുപോലെ തന്നെ മാനസാദേവിയുടെ ക്ഷേത്രമുണ്ട്, അതുപോലെ ചന്ദി ദേവിയുടെ ക്ഷേത്രമുണ്ട്, അതുപോലെ ശാന്തി കുഞ്ച് എന്ന ഒരു യോഗ കേന്ദ്രം, ധ്യാനിച്ചിരിക്കാൻ പറ്റിയ വളരെ ശാന്തമായിട്ടുള്ള ഒരു കേന്ദ്രമുണ്ട്. ഇവിടേക്കൊക്കെ ധാരാളമായിട്ട് സഞ്ചാരികളും സന്യാസിമാരും ഒക്കെ വരുന്നുണ്ട്. മറ്റൊരു ആകർഷണം എന്ന് പറയുന്നത് രാജാജി നാഷണൽ പാർക്കാണ്. ഹരിദ്വാറിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവികളെ കാണാനും പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കേന്ദ്രമാണ് രാജാജി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി ഖാനാഖാൽ ആണ് മറ്റൊരു ആത്മീയത തേടുന്നവർക്കും ഹരിദ്വാറിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടെ നൃത്തവും അതുപോലെ സംഗീതവും ഒക്കെ അഭ്യസിക്കുന്നതിനൊക്കെ പറ്റിയ ഒരു കേന്ദ്രമാണ്. ഇനി കുംഭമേള 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള, ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ
24 മഹാകുംഭമേള അരങ്ങേറിയല്ലോ. അപ്പോൾ ഈ കുംഭമേളയൊക്കെ നടക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇനി അജ്മീർ ആണ് മറ്റൊരു രാജസ്ഥാനിലെ ഒരു കേന്ദ്രമാണ് അജ്മീർ. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ്. അജ്മീർ ഷരീഫ് ദർഗ വളരെ പ്രസിദ്ധമാണ്. ദർഗ ഖ്വാജ മൊയിനുദ്ദീൻ ചിഷ്തിയുടെ മക്ബറയാണ്, അതായത് ശവകുടീരമാണ് ഈ പറയുന്ന അജ്മീർ. ഇനി ഉറൂസും കവാലിയും സംഗീതത്തിനൊക്കെ വളരെയേറെ പേര് കേട്ട ഒരു സ്ഥലമാണ് അജ്മീർ. ഇനി അനാസ് സാഗർ തടാകമാണ് ഇവിടെയുള്ള മറ്റൊരു ആകർഷണം. വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ അനാസ് സാഗർ തടാകം എന്ന് പറയുന്നത്. ഇത് 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. ചുറ്റും പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്തോഷദായകമായിട്ടുള്ള ഒരു പ്രദേശമാണ് അനാസ് സാഗർ. അതുപോലെ തന്നെ അദ്ഹായ് കിൻ ജോപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് മുസ്ലിം ശില്പകലയുടെ ഒരു ഈറ്റില്ലം കൂടിയാണ് ഈ ഒരു പ്രദേശം. ഇനി നഗർ ഫോർട്ടാണ് മറ്റൊന്ന്. മേഘങ്ങൾക്ക് മുകളിൽ വളരെ മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഒരു കോട്ട ആകർഷകമായിട്ടുള്ള കാഴ്ച നൽകുന്ന ഒരു കേന്ദ്രമാണ്. ദെൻ സോണിക്കി നസിയൻ ആണ്, ഒരു ജൈന ദേവാലയമാണ് ഇത്. സോണിക്കി നസിയൻ അല്ലെങ്കിൽ സുവർണ നസിയൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ചിത്രകലകളൊക്കെ വളരെയേറെ മനോഹരമായിട്ടുള്ള ചിത്രകലകളും നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടം. അതുപോലെ തായ്പൂർ ദർവാസ, ഇത് ഇന്ത്യയിലെ അജ്മീറിന്റെ ഒരു കവാടം ആണ് തായ്പൂർ ദർവാസ. ഇനി ശാന്തി നികേതനാണ് മറ്റൊരു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. ശാന്തി നികേതന്റെ ഒരു ടൂറിസ്റ്റ് പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് വിവിധ താല്പര്യമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഒരു സാംസ്കാരിക പ്രാധാന്യം കൽപ്പിക്കുന്ന അറിവ് നേടാനായിട്ട് വരുന്നവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അതായത് വിശ്വഭാരതി സർവകലാശാല ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അതായത് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഒരു സർവകലാശാലയാണ് വിശ്വഭാരതി. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് വിശ്വഭാരതി സർവകലാശാല. പിന്നെ അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഉപാസനാ ഗൃഹം, ശാന്തി നികേതനിലെ ഒരു ആധ്യാത്മിക പഠന കേന്ദ്രം കൂടിയാണ് ഉപാസനാ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. ഇവിടെ രവീന്ദ്ര ഭവനുണ്ട്. ടാഗോറിന്റെ ഭവനമാണ് രവീന്ദ്ര ഭവൻ. അപ്പോൾ അവിടെ സന്ദർശിക്കാനും അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതികളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി അമർ കുടീരാണ് മറ്റൊന്ന്. അമർ കുടീർ ശാന്തി നികേതനിലെ ഹാൻഡിക്രാഫ്റ്റിന് പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് അമർ കുടീർ. അപ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ട് ഉള്ള ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഉപാധി കൂടിയാണ് അമർ കുടീർ. ഇനി സോന ജുരി ഹാട്ടാണ് ശാന്തി നികേതനിലെ തന്നെ പ്രാദേശിക ജനതയുടെ കലാപരമായിട്ടുള്ള സൃഷ്ടികളും ഒക്കെ പ്രദർശിപ്പിക്കുകയും നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഇത് സോനാജുരി ഹാട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് വാർധയാണ്. വാർധ സേവാശ്രം അല്ലെ, സേവാഗ്രാം ആശ്രമമൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ 1936 സ്ഥാപിച്ചിട്ടുള്ള ഒരു ആശ്രമമാണ് സേവാഗ്രാം ആശ്രം വാർധയിൽ. അപ്പൊ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു സേവാഗ്രാമം. ഗാന്ധിജിയുടെ കിടപ്പുമുറിയും അതുപോലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ മൈതാനവും വ്യക്തിഗത സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ബാപ്പു കുടീർ, ബാപ്പുജി താമസിച്ചിരുന്ന, മഹാത്മാഗാന്ധി താമസിച്ചിരുന്ന ഒരു കുടിലും അദ്ദേഹത്തിന്റെ ചർക്കയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാച്ചും അദ്ദേഹത്തിന്റെ മറ്റ് വസ്തുക്കളും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപൂർവമായിട്ട് ഗാന്ധിജിയുടെ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ഇനി മറ്റൊന്നാണ് മകൻ സംഗ്രഹാലയ എന്ന് പറയുന്നത്. ഇത് ഗ്രാമീണ വ്യവസായങ്ങളും ഖാദി പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ. ഇത്രയൊന്നുമല്ല, ഇനി ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ പഠിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാനുള്ള രീതിയിൽ ആണ് ഇത്രയും മാത്രം ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും ധാരാളം ടൂറിസ്റ്റ് സെന്റേഴ്സും അതിന് ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും പിൽഗ്രിം രീതിയിലും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ള ധാരാളം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഇത്രയെങ്കിലും കേന്ദ്രങ്ങൾ അറിഞ്ഞിരിക്കുക. താങ്ക് യു.